കലോത്സവ നഗരിയിലെ വേദികളിൽ നിന്നുള്ള വിശേഷങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് ഉണ്ട്. ഷാപ്പാട് തീർച്ചയായിട്ടും ഓരോ ദിവസവും നല്ല വിഭവസമൃദ്ധമായ സദ്യ, ഏതൊക്കെ വിഭവങ്ങളാണ്, ഏതൊക്കെ പായസമാണ് ഓരോ ദിവസം ഉണ്ടാവുന്നതൊക്കെ അവിടെ എത്തുന്ന ഓരോരുത്തരും ആദ്യം തിരക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അവിടെ എന്താണ്, അതായത് ഊട്ടുപുരയിലെ വിശേഷങ്ങൾ എന്താണെന്ന് കൂടി അറിയണം. ആരവിടെ ഉള്ളത്? ജയശങ്കർ. ജയശങ്കർ ഇതിന്റെ ആളാണ്, ഷാപ്പാടിന്റെ ആളാണ്. എന്താണെന്ന് നോക്കാം. കലോത്സവത്തിന്റെ മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് തെക്കോട്ട് നടന്നാൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നെയ്യാർ. ഒരുപാട് രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പുത്തരിക്കണ്ടം മൈതാനത്താണ് ഇത്തവണത്തെ ഊട്ടുപുര. ഒരേ സമയം 4000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കും കഴിച്ചു കഴിഞ്ഞവർക്കും വിശ്രമിക്കാൻ പ്രത്യേക ഇടം ഊട്ടുപുരയിൽ ഒരുക്കിയിട്ടുണ്ട്. ബോറടി മാറ്റാൻ കലാപരിപാടികളും ഉണ്ടാകും. പതിവ് പോലെ പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ് പാചകം. കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണം, ഉച്ചയൂണ്, രാത്രി അത്താഴം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പം മെനുവായി അംഗീകരിച്ചിട്ടുള്ളത് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ഒരു ദിവസം ഇഡ്ഡലി സാമ്പാർ, അടുത്ത ദിവസം ദോശ, പുട്ട്, കടല, അങ്ങനെ 5 ദിവസവും 5 പ്രഭാത ഭക്ഷണം വ്യത്യസ്തമായ നിലയിൽ ചായ ഉൾപ്പെടെ കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് സദ്യയാണ്. ചോറ്, സാമ്പാർ, രസം, മോര്, പുളിശ്ശേരി, അവിയൽ, തോരൻ, തൊട്ടുകൂട്ടാൻ, കൂട്ടുകറി, പച്ചടി, കിച്ചടി, അച്ചാർ. പുറമെ എല്ലാ ദിവസവും പഴയടം സ്പെഷ്യൽ എന്ന നിലയിലുള്ള സ്പെഷ്യൽ പായസം, വ്യത്യസ്തമായ 5 പായസമായിരിക്കും 5 ദിവസം കൊടുക്കുന്നത്. അപ്പോൾ കലോത്സവം കൂടാൻ വരുമ്പോൾ ഊട്ടുപുരയിലേക്കുള്ള വഴി തെറ്റിയെന്ന് ആരും പറയരുത്. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം.